നമസ്കാരം. ഒരു കുടുംബത്തിലെ ഐശ്വര്യ ദേവതയാണ് ആ വീട്ടിലെ സ്ത്രീ. അതിനാലാണ് ഒരു ഗൃഹനാഥ എപ്രകാരമാണോ അപ്രകാരം ആ കുടുംബത്തിന് ഉയർച്ച താഴ്ചകൾ വന്ന് ചേരുന്നത്. ഇതിനാലാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സാമൂഹിക മൂല്യങ്ങളും നൽകി വളർത്തിയെടുക്കേണ്ട ആവശ്യകതയെ പറയുന്നത്. ഒരു പുരുഷന് അറിവ് ലഭിച്ചാൽ അവരുടെ ഭാവി നന്നാകും. എങ്കിലും ഒരു സ്ത്രീക്കാണ് ഈ അറിവ് ലഭിക്കുന്നത് എങ്കിൽ ആ കുടുംബം തന്നെ രക്ഷപ്പെടുന്നതാണ്. സ്ത്രീ അതിനാൽ വീടിന്റെ വിളക്കാണ് എന്ന് വെറുതെ പറയുന്നതല്ല. അവർ പ്രയത്നിച്ചാൽ അവർ ഉയരങ്ങളിൽ എത്തുന്നതാണ്. അതിനുവേണ്ട സാഹചര്യം നാം ഏവരും ഒരുക്കി നൽകേണ്ടതാകുന്നു. ഇതിനാലാണ് പണ്ടെല്ലാം വീടുകളിൽ സ്ത്രീകൾ വിളക്ക് കൊളുത്തുവാൻ ഏറ്റവും അനുയോജ്യമാകുന്നത് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പെട്ടെന്ന് മറ്റുള്ളവരിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നതാണ്. വിളക്ക് എല്ലാ ദേവതകളുടെയും പ്രതീകമാകുന്നു. അതിനാൽ ഈശ്വരാധീനം വീടുകളിൽ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് വീടുകളിൽ വിളക്ക് കൊളുത്തുന്നത്. വിളക്ക് കൊളുത്തിയ ശേഷം ചില തെറ്റുകൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് ദോഷമാകുന്നു. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ്. ഈ തെറ്റുകൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശബ്ദം. വിളക്ക് കൊളുത്തുന്ന സമയം ഉച്ചത്തിൽ സംസാരിക്കുവാനോ ബഹളം വയ്ക്കുവാനോ പാടുള്ളതല്ല. ഈ സമയം ഏവരും ശാന്തമായി ഇരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. വിളക്ക് കൊളുത്തുന്ന സമയം പ്രത്യേകിച്ചും ത്രിസന്ധ്യാ സമയത്ത് വീടുകളിൽ കലഹം പാടുള്ളതല്ല. ഈ സമയം മോശം വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് വീടിനും വീട്ടുകാർക്കും ദോഷം ആകുന്നതുമാണ്. അതിനാൽ ഈ സമയം കഴിവതും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അലക്കരുത്. സന്ധ്യാസമയം വിളക്ക് കൊളുത്തുന്നതിന് മുൻപായും വിളക്ക് കൊളുത്തിയ ഉടനെയും തുണി അലക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് ദരിദ്ര ദേവതയെ അഥവാ അലക്ഷ്മി ദേവിയെ വീടുകളിൽ ക്ഷണിക്കുന്നതിന് തുല്യമാകുന്നു. വീടുകളിൽ അലക്കിയ തുണി ഇടുന്നതും അവയിൽ നിന്നും ജലം ഇറ്റ് വീഴുന്നതും വളരെ ദോഷകരം ആകുന്നതാണ്. ആ വീടുകളിൽ പണം നിൽക്കില്ല എന്നും ദുഃഖവും ദാരിദ്ര്യത്താലും ആ കുടുംബം വലയും എന്നുമാണ് വിശ്വാസം. അതിനാൽ വിളക്ക് കൊളുത്തുമ്പോൾ ഈ തെറ്റ് ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുക്കള. വിളക്ക് കൊളുത്തുന്ന സമയം അടുക്കളയിൽ നിന്നും ശബ്ദം വരാതെ ഇരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം വിളക്ക് കൊളുത്തുമ്പോൾ വരാൻ പാടുള്ളതല്ല. ഇതിനാലാണ് പണ്ടെല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും അടുക്കള തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രമിച്ചിരുന്നത്. ഇങ്ങനെ വൃത്തിയായി സന്ധ്യയ്ക്ക് മുൻപായി വയ്ക്കുന്നതിലൂടെ ആ കുടുംബത്തിന് നാൾക്ക് നാൾ ഉയർച്ച കൈവരുന്നതാണ്. ഒരു വീടിന്റെ പ്രധാന ഇടങ്ങളിൽ ഒന്നാണ് അടുക്കള. അതിനാൽ ത്രിസന്ധ്യാ നേരം പ്രത്യേകിച്ചും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മലിനജലം. ത്രിസന്ധ്യാ നേരത്ത് വിളക്ക് വയ്ക്കുമ്പോൾ ഒരിക്കലും മലിനജലം വീടുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കാതിരിക്കുവാൻ ശ്രമിക്കുക. അടുക്കളയിൽ നിന്നും വേസ്റ്റ് അതിനു മുൻപായി കളയുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. കൂടാതെ മലിനജലം ഈ സമയം ഒരിക്കലും പുറത്തേക്ക് കളയുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുറയുകയും അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വീടുകളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരം വീടുകളിൽ കടങ്ങൾ ഒരിക്കലും ഒഴിയില്ല എന്നാണ് വിശ്വാസം. അലങ്കോലമായി. വീടുകളിൽ സന്ധ്യാസമയം എപ്പോഴും അടുക്കും ചിട്ടയോടെ വൃത്തിയായി വയ്ക്കേണ്ടതാണ്. തുണികളെല്ലാം വൃത്തിയായി മടക്കി അലമാരയിൽ ഈ സമയം വയ്ക്കേണ്ടതാകുന്നു. സാധനങ്ങൾ എവിടെ വയ്ക്കണമോ അവിടെ വയ്ക്കേണ്ടതാകുന്നു. ഇങ്ങനെ അടുക്കും ചിട്ടയിൽ സന്ധ്യാസമയം വീട് ഒരുക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം വീടുകളിൽ കലഹം വിട്ടൊഴിഞ്ഞ സമയം ഒരിക്കലും ഉണ്ടാകുന്നതല്ല. ഇതിനാൽ വിളക്ക് കൊളുത്തുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. വീടും പരിസരവും. സന്ധ്യാസമയം ആകുന്നതിന് മുൻപായി വീടുകളിൽ അടിച്ചു വാരി ഇടുകയും തുടച്ച് വൃത്തിയായി ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എന്നാൽ വിളക്ക് വയ്ക്കുന്ന സമയം ചൂല് ഒരിക്കലും ഉപയോഗിക്കരുത്. കൂടാതെ ഈ സമയം തുടയ്ക്കുവാനും പാടുള്ളതല്ല. പരിസരവും ഇതേപോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാകുന്നു. ത്രിസന്ധ്യാ നേരത്ത്
നെഗറ്റീവ് ഊർജം ഭൂമിയിൽ വർദ്ധിക്കുന്ന സമയം ആകുന്നതാണ്. ആയതിനാൽ ഈ ഊർജം വീട്ടിലേക്ക് അധികം പ്രവേശിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കിടക്കരുത്. വീടുകളിൽ വിളക്ക് വയ്ക്കുന്ന സമയം ആരും തന്നെ കിടക്കുവാൻ പാടുള്ളതല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കിടക്കാവുന്നതാണ്. എന്നാൽ ഈ സമയം കഴിവതും എണീറ്റിരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ സാധിച്ചാൽ ഉത്തമമാകുന്നു. എന്നാൽ വൈകുന്നേരം ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇത് വലിയ ദോഷമാകുന്നു. മുടി സന്ധ്യാസമയത്തിന് മുൻപായി ചീകി കെട്ടിവയ്ക്കേണ്ടതാകുന്നു. ഈ സമയം മുടി അഴിച്ചിടരുത് എന്നാണ് വിശ്വാസം. നെഗറ്റീവ് ഊർജത്തെ ഇത് വിളിച്ചു വരുത്തുന്നതാകുന്നു. ഇത് വളരെ വലിയ ദോഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നഖം. സന്ധ്യാസമയത്ത് നഖം വെട്ടാൻ പാടുള്ളതല്ല. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ നഖം വെട്ടേണ്ടതാകുന്നു. അതേപോലെ തന്നെ സന്ധ്യാസമയത്ത് നഖം പുറത്തേക്ക് കളയുവാനും പാടുള്ളതല്ല. സന്ധ്യയ്ക്ക് മുൻപായി തന്നെ നഖം പുറത്തു കൊണ്ടുപോയി കളയേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ച് വരുത്തുന്നതിന് തുല്യമാകുന്നു. അതിനാൽ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിനാൽ ഒരിക്കലും ഈ ദോഷം വരുത്തുന്ന ഈ കാര്യം സന്ധ്യാസമയത്ത് ചെയ്യുവാൻ പാടുള്ളതല്ല. ആഹാരം കഴിക്കരുത്. സന്ധ്യാസമയം ഒരിക്കലും വീടുകളിലിരുന്ന് ആഹാരം കഴിക്കരുത്. ഇത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാകുന്നു. അതിനാൽ ആഹാരം സന്ധ്യയ്ക്ക് മുൻപോ സന്ധ്യയ്ക്ക് ശേഷമോ കഴിക്കേണ്ടതാകുന്നു. സൗന്ദര്യമുള്ള സ്ത്രീകൾ ജനിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപ് സന്ധ്യാസമയത്ത് കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.